ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഈസി ആൻഡ് ടേസ്റ്റി ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. എന്നിട്ട് 1 കപ്പ് റവ അതിലിട്ടിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്ന വേണം, ജസ്റ്റ് വറുത്തെടുത്താൽ മതി കേട്ടോ. ശേഷം അത് മാറ്റി വെച്ചിട്ടാകുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. അത് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 ടീസ്പൂൺ ഉഴുന്നിട്ടിട്ട് അത് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം പോയതിനു ശേഷം ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശേഷം ഞാൻ 1 കപ്പ് റവ എടുത്തത്, അപ്പോൾ അതിലാവശ്യമായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് തിളക്കാൻ നേരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ടേ. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മളെ വറുത്ത് വെച്ച റവയില്ലേ അത് ഇങ്ങനെ സ്ലോ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പതുക്കെ പതുക്കെ ഇട്ടെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് വെക്കാം. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് 5 മുതൽ 8 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഒരു 8 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ടാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു വാഴയില എടുത്തിട്ട് അതിൽ സെർവ് ചെയ്തിട്ട് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം വരില്ലേ വാഴയിലേൻ്റെ, അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉപ്മാവാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഉപ്മാവ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്